സാധിച്ചത്. സിനിമ, പ്രത്യേകിച്ച് മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ തുടങ്ങുന്ന ഓരോ സിനിമയും എന്നെപ്പോലെ ഞങ്ങളെപ്പോലുള്ള ഓരോ സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു വലിയ ഊർജ്ജമാണ്, വലിയ ഇൻസ്പിറേഷനാണ്. സിനിമ ഒരിക്കലും അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ സിനിമ തളരുന്നില്ല എന്ന് ധീരമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് സിനിമ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഊർജ്ജം പകരുന്ന ഒന്നാണ്. തീർച്ചയായും ഷാന്റെ ഈ സിനിമയും ഷാന്റെ മറ്റു സിനിമകളെ പോലെ തന്നെ ഗംഭീരമായി വരട്ടെ, ഒരു ഗംഭീര വിജയമായി തരട്ടെ. മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഊർജ്ജവും പുതിയ ദിശാബോധവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം തരുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. മലയാള സിനിമയെ ലോക സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ മൊത്തത്തിൽ നോക്കിക്കാണുന്ന സമയത്ത് ഓരോ സിനിമയും പുതിയ പ്രതീക്ഷയോടെ തന്നെയാണ് വരുന്നത്. ഷാന്റെ കഴിഞ്ഞ ഇത് 3ാമത്തെ സിനിമയാണ് ഷാൻ കേച്ചേരിയുടെ. ആദ്യത്തെ സിനിമകളെല്ലാം അക്കാഡമിക്കലി വളരെയധികം നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അവാർഡുകൾ കിട്ടുകയും ചെയ്ത സിനിമയാണ്. ഈ 3ാമത്തെ സിനിമ അവാർഡുകളോടൊപ്പം തന്നെ കൊമേഴ്ഷ്യലി അത് വലിയ ഒരു വിജയമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. കാരണം ഒരു സിനിമ വിജയിക്കുമ്പോഴാണ് പുതിയ സിനിമകൾ ചെയ്യുമ്പോൾ എത്ര അക്കാഡമിക്കലി നമ്മൾ അക്ലൈംഡ് ആയാലും നമുക്കത് സിനിമ തിയേറ്ററിൽ ഓടുന്നു. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ സദസ്സിൽ അത് തിയേറ്ററിൽ ഓടുന്നു. ഇപ്പോ സർവമായ എന്ന് പറയുന്ന സിനിമയൊക്കെ വളരെ തരക്കൂട് ടിക്കറ്റ് കിട്ടില്ല എന്ന് പറയുന്നത് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ, ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഓരോ സിനിമ വിജയിക്കുമ്പോഴും ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ സന്തോഷിക്കാറുണ്ട്. അതുപോലെ അല്ലെങ്കിൽ അതിനടുത്തെങ്കിലും എത്തുന്ന രീതിയിൽ ഒരു വൻ വിജയമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആശംസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പുതിയ കുറെ കുട്ടികൾ ഈ സിനിമയിലേക്ക് വരുന്നുണ്ട്. അവരുടെ എല്ലാ പ്രതീക്ഷയും പ്രാർത്ഥനയും അവരോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കൂടിയിട്ടുള്ള ഈ 3 സംവിധായകർ തീർച്ചയായിട്ടും അതുപോലെ സിനിമാ പ്രേമികളുടെ ഉണ്ടാവും എന്ന് ഉറപ്പുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഷാനെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. ഞങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ, അവിടെ ഗ്രൗണ്ടിലാണ് ഷാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് മുതലേ സിനിമയാണ് ചർച്ച ചെയ്തിരുന്നത്. ഞാനന്ന് സിനിമയിലുണ്ട്. ഞാൻ ആ സമയത്ത് ലോഹിതദാസ് സാറിനോട് വർക്ക് ചെയ്യുന്ന കാലമാണ്. അന്ന് മുതലേ ഷാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യും എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ, അത്രയും വലിയ ആഗ്രഹമുണ്ട്. ശരിക്കും അന്നേ ആഗ്രഹം കണ്ടപ്പോൾ ഞാൻ ഓർപ്പിച്ചായിരുന്നു, ഷാൻ ഒരു നല്ല സിനിമാ സംവിധായകനും, എനിക്ക് തോന്നുന്നു നന്നായിട്ട് തിരക്കഥ എഴുതുമെന്ന് തോന്നുന്നു അല്ലേ? കഥ പറയാറില്ല എൻ്റെ അടുത്തത്. നല്ല റൈറ്ററും ആയിരുന്നു. അപ്പൊ ആ ശ്രീകൃഷ്ണ കോളേജിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്ന പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഗാന്ധാരം അങ്ങനെ ഒരു സിനിമയാണ് പുള്ളി ആദ്യം ചെയ്തത്. പക്ഷെ എനിക്ക് കഴിഞ്ഞ സിനിമ സ്വച്ഛന്ത മൃത്യു ശരിക്കും സ്റ്റേറ്റ് അവാർഡിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റൗണ്ട് വരെ എത്തിയ ഒരു സിനിമയാണ്. എനിക്ക് എൻ്റെ ഉള്ളിലൂടെ പലരും അറിയാവുന്നതുണ്ട്. വളരെ നല്ല അഭിപ്രായം കിട്ടിയതാണ്. പ്രത്യേകിച്ച് ശിവജി ഗുരുവായൂർ എന്ന് പറയുന്നൊരു നടന് നല്ല നടനുള്ള അവാർഡ് പോലും കിട്ടേണ്ട അവസാന റൗണ്ടിലെത്തിയ ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അഭിമാനിക്കാം. ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഓരോ ആർട്ടിസ്റ്റിനെയും അവരുടെ ഏറ്റവും കൂടുതൽ കഴിവുകൾ പുറത്തെടുക്കാനുള്ള കഴിവുള്ള സംവിധായകനോടൊപ്പമാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. പുതിയൊരു തലമുറ, പുതിയ യൂത്ത് കുറേ പേരെ നമുക്ക് ഈ സിനിമയിലൂടെ കിട്ടട്ടെ. ഇതൊരു വൻ വിജയമാവട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി.